نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون يا أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു മഴക്കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ വരണ്ടുണങ്ങിയ ഭാഗങ്ങളെല്ലാം പച്ച പിടിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിന് കുളിർമ നൽകുമ്പോൾ, മറ്റൊരു ഭാഗത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒരു ആശങ്കയായി നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ട്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 2018 മുമ്പ് വരെ മഴക്കാലങ്ങൾ എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദത്തിൻ്റെയും ഒരുപക്ഷെ മനസ്സിന് കുളിർമയായി ഒരു തണുപ്പ് നൽകുന്ന കാലാവസ്ഥയായി ഒക്കെ മാറിയിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് പല പ്രതിസന്ധികളാണ് ഓരോ വർഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. അള്ളാഹു എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും മതപരമായ ചില വീക്ഷണങ്ങളുണ്ട്. ഒരു മഴക്കാലം കടന്നു വരുമ്പോഴും വിശ്വാസി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള ഒരു 15 കാര്യങ്ങളെക്കുറിച്ച്, മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് മഴ? ഒരു പക്ഷേ നമ്മളെല്ലാം സ്കൂളുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഭൂമിയിലുള്ള ജലാശയങ്ങളിൽ നിന്നും സമുദ്രങ്ങളിൽ നിന്നും കുളങ്ങളിൽ നിന്നും അരുവികളിൽ നിന്നുമൊക്കെ
നല്ല ചൂടുള്ള സമയത്ത് ജലം നീരാവിയായിക്കൊണ്ട് മുകളിലേക്ക് പോയി, പിന്നെ അതൊരു സമയമാകുമ്പോൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇതാണ് ശാസ്ത്രീയപരമായിക്കൊണ്ട് മഴയെക്കുറിച്ച് വർണ്ണിക്കുന്നതെങ്കിൽ, അതിനെക്കുറിച്ചുള്ള വിശദീകരണമെങ്കിൽ, ഇതിനോട് തുല്യമാകുന്ന രൂപത്തിൽ ചില ആയത്തുകൾ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ശാസ്ത്രം ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു പഠിച്ചുകൊണ്ട് ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു വിശുദ്ധ ഖുർആൻ 24-ാം അധ്യായത്തിലൂടെ പറയുന്നു, അലം ചറ അന്നല്ലാഹ യുസ്ജി സഹാബ, അലം ചറ നീ കണ്ടില്ലേ, അന്നല്ലാഹ യുസ്ജി സഹാബ, അല്ലാഹു സുബ്ഹാനഹു തആല മേഘപാളികളെ തെളിച്ചുകൊണ്ടിങ്ങനെ വരുന്നത്, ആ തെളിച്ചു വന്നു സുമ്മ യുഅല്ലിഫു ബൈനഹു, ആ രണ്ട് പാളികൾക്കിടയിൽ സംയോജിപ്പിക്കുകയും സുമ്മ യജ്അലുഹു റുകാമ, പിന്നെ അതിനെ കട്ടിയായി അട്ടിയായി കൊണ്ട് അല്ലാഹു വെക്കുകയാണ്. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, പിന്നെ അതിൽ നിന്ന് അല്ലാഹു വിടവുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് മഴ എങ്ങനെ അല്ലാഹു വർഷിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണോ ശാസ്ത്രം പറയുന്നത് അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ മറ്റൊരു തരത്തിലായിക്കൊണ്ട് അല്ലാഹു വിശദീകരിക്കുന്നു. അപ്പോ എന്താണ് മഴ എന്ന ചോദ്യത്തിന് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട കാര്യമാണ് സൂചിപ്പിച്ചത്. അതിനെക്കുറിച്ചും ഖുർആനിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ആരാണ് മഴ വർഷിപ്പിക്കുന്നത്? ഒരു പക്ഷേ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങളില്ല. എന്നാൽ ഇതേ കാര്യം നമ്മുടെ ഒരു മദ്രസ പാഠപുസ്തകത്തിൽ ആരാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന് ഒരു കുട്ടി ചോദിക്കുമ്പോൾ അതിന്റെ മറുപടി അല്ലാഹുവാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ സോഷ്യൽ മീഡിയകളിൽ ആ ഫോട്ടോ വെച്ചുകൊണ്ട് കളിയാക്കലുകളും പരിഹാസങ്ങളും നടത്തുന്ന ഒട്ടേറെ ആളുകൾ. അവര് പറയുന്നു ശാസ്ത്രം ഇത്രയേറെ വികസിച്ചിട്ടും ഇപ്പോഴും ഇവര് പറയുന്നത് അല്ലാഹുവാണത്രേ മഴ വർഷിക്കുന്നത്, മഴ വർഷിപ്പിക്കുന്നത് അല്ലാഹുവാണത്രേ, ദൈവമാണത്രേ. അങ്ങനെ ഒരു ദൈവമുണ്ടോ? എങ്കിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, അല്ലാഹുല്ലദീ യുർസിലുർ റിയാഹ് ഫതുസീറു സഹാബാ ഫയബ്സുതുഹു ഫിസ്സമാഇ കൈഫ യശാ വയജ്അലുഹു കിസഫൻ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി. അല്ലാഹു വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം 48-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ്, അല്ലാഹു ആകുന്നു കാറ്റുകളെ അയക്കുന്നവൻ, എന്നിട്ട് അവ ആ കാറ്റുകൾ മേഘത്തെ ഇളക്കിവിടുന്നു, എന്നിട്ട് അവൻ ഉദ്ദേശിച്ച പ്രകാരം അതിനെ ആകാശത്ത് പരത്തുകയും ചെയ്യുന്നു, എന്നിട്ടോ അതിനെ പല കഷ്ണങ്ങളാക്കി അതിനിടയിൽ നിന്നും മഴ പുറത്തു വരികയും ചെയ്യുന്നു. അല്ലാഹുവാണ് ഇതെല്ലാം നിർവഹിക്കുന്നത്. ഇത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിൽ ആക്ഷേപിക്കാൻ മാത്രമുള്ളത്? അല്ലാഹ് പറയാണ്, ഇത് ഞാൻ ചെയ്തത്. ഭൗതികമായി കൊണ്ട് ശാസ്ത്രം എന്ന പേരിൽ ശാസ്ത്രം മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്ന ആളുകളോ, ഇതൊക്കെ ശാസ്ത്രീയപരമായിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ നീരാവി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ നീരാവി ഉയർത്തപ്പെടുന്നത് വേനൽക്കാലത്താണെങ്കിൽ എന്തുകൊണ്ട് വേനൽക്കാലത്ത് മഴ പെയ്യുന്നില്ല? ഏത് ഭാഗത്താണോ കൂടുതൽ നീരാവി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അവിടെയാണല്ലോ മഴ പെയ്യേണ്ടത്. അല്ലാഹു പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് കാറ്റുകളെ അയക്കുന്നത്. ഒരു നാട്ടിൽ ഒരു പക്ഷേ നമ്മളിങ്ങനെ നോക്കുമ്പോൾ വൈകുന്നേരം 4 മണിക്ക് ആകെ ഇരുട്ട് മൂടിയ പോലെ ഉണ്ടാകും. നമ്മൾ ഭാര്യനൊക്കെ വിളിച്ചു പറയും, കുട്ടികളെ നേരെ നോക്കണം, നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട്. കുറച്ചു കഴിഞ്ഞ് നല്ല ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മഴക്കാറിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത രൂപത്തിൽ എല്ലാം പോകുന്നു. അല്ലാഹു പറയാണ്, അല്ലാഹുല്ലദീ യുർസിലു റിയാഹ്, ആ കാറ്റുകളെ പറഞ്ഞേക്കുന്നത് അല്ലാഹുവാണ്. ഭൗതികമായിട്ട് പറയാൻ കഴിയുമോ? എന്തുകൊണ്ട് ഈ നാട്ടിൽ മഴ പെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇന്ന നാട്ടിൽ മഴ പെയ്യുന്നു, ആ നാട്ടിൽ എന്തുകൊണ്ട്? നമ്മുടെ നാട്ടിലുള്ളതുപോലെ മഴ നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ പെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ നമ്മൾ കഴിക്കുന്ന പല ഫലങ്ങളും നമുക്ക് ഈ രൂപത്തിൽ കിട്ടാത്തൊരവസ്ഥയായിരിക്കും. നമ്മുടെ നാട്ടിലുള്ളതുപോലെ മഴ അത് സൗദി പോലുള്ള ഒരു രാജ്യത്താണെങ്കിലോ വളരെ പ്രയാസകരമായിരിക്കും അവസ്ഥ. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഓരോരുത്തർക്കും തോതനുസരിച്ചുകൊണ്ട്, അതും ഖുർആനിൽ പറയാം, തോതനുസരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിൽക്കുന്നത്. ചില ആളുകൾക്ക് ചില പരീക്ഷണങ്ങൾ ഉണ്ടാവാം, ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലാഹുവാണ് മഴ വർഷിപ്പിക്കുന്നത്, വേറൊന്നിനും ഇതിനൊരു റോളും ഇല്ല. ആ വിഷയത്തിൽ വന്ന ഒരു സംഭവം നമ്മൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും
ഹുദൈബിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിയും ഒരു യാത്ര കഴിഞ്ഞു വരിക. അങ്ങനെ ഹുദൈബിയ എന്ന് പറയുന്ന പ്രദേശത്ത് അവരെന്ത് ചെയ്തു? തമ്പടിച്ചു. പിറ്റേ ദിവസം രാവിലെയായി. അന്ന് ആ രാത്രി തന്നെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തിലേക്കായി കൊണ്ട് തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഹൽ തജറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങൾക്കറിയുമോ എന്താണ് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്ന്? അഥവാ ഇന്നലത്തെ ഒരു സംഭവത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിങ്ങളുടെ രക്ഷിതാവ് എന്ത് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലു അലം, അല്ലാഹുവിനും റസൂലിനും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിറുൻ. ഇന്നലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിമാരിൽ ചില ആളുകൾ വിശ്വാസിയായിട്ടുണ്ട്, ചില ആളുകൾ അവിശ്വാസിയായിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ എടുത്തു പറയണത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅമ്മാ മൻ ഖാല മുതിർനാ ബിഫദ്ലില്ലാ, ആരാണോ കഴിഞ്ഞ ദിവസം മഴ പെയ്ത സമയത്ത് ഇത് അല്ലാഹുവിന്റെ ഫളിന്റെ കാരണത്താലാണ് എന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, ബിഫളില്ലാഹി വബിറഹ്മതി വറഹ്മതിഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫദാലിക മുഅ്മിനുൻ ബിഹി വകാഫിറുൻ ബിൽ കൗകബ്, അവൻ അല്ലാഹുവിൽ വിശ്വസിക്കുകയും നക്ഷത്രങ്ങളെ അവിശ്വസിക്കുകയും ചെയ്തു. വഅമ്മാ മൻ ഖാല ബിനൗഇ കദാ ഫദാലിക കാഫിറുൻ ബി വമുഅ്മിനുൻ ബിൽ കൗകബ്. ചില ആളുകൾ പറഞ്ഞു, ഇന്നാൽ ഇന്ന നക്ഷത്രം കൊണ്ടാണ് മഴ പെയ്തത്. അങ്ങനെ പറഞ്ഞ ആളുകൾ അല്ലാഹുവിൽ അവിശ്വസിച്ചു, അവർ നക്ഷത്രത്തെ വിശ്വസിക്കുകയും ചെയ്തു. അറബികൾക്കിടയിൽ ജാഹിലിയത്തിലെ ഒരു വിശ്വാസമാണ്, ആകാശത്ത് ഇന്ന ഒരു നക്ഷത്രം കണ്ടാൽ അത് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ആ ഒരു നക്ഷത്രം ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം അന്ന് മഴ പെയ്യും. എന്തോ ഒരു പ്രത്യേകത ആ ഒരു നക്ഷത്രത്തിന് കൊടുക്കുക. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുക്കുന്നത്. പാടില്ല. എപ്പോ മഴ പെയ്താലും ഒരു വിശ്വാസി പറയേണ്ടത് മുതിർനാ ബിഫളില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫളിൽ കൊണ്ടും അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടുമാണ് മഴ വർഷിച്ചിട്ടുള്ളത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരെ ബോധ്യപ്പെടുത്തുന്നു. മൂന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, മഴ വർഷിക്കുന്നത് അള്ളാഹ്ക്ക് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെയൊക്കെ കണ്ണ് തുറക്കേണ്ട ഒരു ചോദ്യം. അല്ലാഹു പറയാണ്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, നിങ്ങളാണോ ആകാശത്ത് നിന്ന് മഴക്കാറുകളിൽ നിന്ന് അത് ഇറക്കിയിട്ടുള്ളത്? അതല്ല. അം നഹ്നുൽ മുൻസിലൂൻ, അതല്ല നാമാണോ ഇറക്കിയിട്ടുള്ളത്? എന്നിട്ട് അല്ലാഹു അവസാനിപ്പിക്കുന്നില്ല, ലൗ നശാഉ ജഅൽനാഹു ഉജാജ ഫലൗലാ തഷ്കുറൂൻ, ആ ഇറക്കുന്ന മഴവെള്ളം നിങ്ങൾക്ക് ഉപ്പ് രസമുള്ളതാക്കി കഴിഞ്ഞാൽ, അങ്ങനെ ഒന്ന് അള്ള വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അള്ള അങ്ങനെ മാറ്റുകയാണെങ്കിലോ, ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾ എന്താ നന്ദി കാണിക്കാത്തെ? അള്ളാഹുവിന്റെ ആ ചോദ്യം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്ന് പരിശോധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിറക്കുന്ന ഏറ്റവും തഹൂറായ വെള്ളമാണല്ലോ ശരിക്ക് മഴവെള്ളം എന്നുള്ളത്. ഈ മഴവെള്ളം നമ്മൾ സ്കൂളുകളിൽ നിന്ന് പഠിച്ചതുപോലെ സമുദ്രത്തിൽ നിന്നും നീരാവിയായിട്ട് പൊന്തിയതാണെങ്കിൽ, ആ ഒരു ഗമനം അനുസരിച്ചുകൊണ്ടാണെങ്കിൽ, തിരിച്ചു താഴേക്ക് ഇറങ്ങുന്നതും മഴ പെയ്യുന്നതും ആ ഉപ്പ് രസമുള്ളതാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റൂല. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയാവട്ടെ ഫലങ്ങളാവട്ടെ ഒന്നും കൃത്യമായി വളരാത്തൊരവസ്ഥയായിരിക്കും. എല്ലാം നശിച്ചു പോകുന്നൊരവസ്ഥ. അള്ളാഹു ചോദിക്കണം, നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമായിട്ട് ആകാശത്ത് നിന്ന് ഇറക്കി തരുന്നത് അത് നാമല്ലേ? അതല്ല നിങ്ങൾ തന്നെ ഇറക്കുക? ആ ഇറക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചാൽ അത് ഉപ്പ് രസമുള്ള, ഉപ്പിന്റെ സ്വാദുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ എന്താ നന്ദി കാണിക്കാത്തേ? എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചിന്തിക്കാനുള്ള ആയത്തുകളാണ്. നമ്മളിങ്ങനെ മഴ പെയ്യുന്നു, മഴ നിൽക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ മഴ ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനും കൃത്യമായി അവതരിപ്പിച്ചു. നാലാമതായിക്കൊണ്ട് നമ്മൾ ബോധ്യപ്പെടേണ്ട കാര്യം, മഴവെള്ളത്തിൽ ഒരു ഫിഖഹിയായ മസ്അല കൂടിയുണ്ട്. മഴവെള്ളം ശുദ്ധമായ കാര്യം, ശുദ്ധമായ വെള്ളമാണ്. ആ വിഷയത്തിൽ ഖുർആനിന്റെ ആയത്ത്, വഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി
എന്നിട്ട് അല്ലാഹു പറയാണ് വഅൻജൽനാ മിനസ്സമാഇ മാഅൻ തഹൂറ, നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധമായ വെള്ളമാണ് ആകാശത്തു നിന്നുള്ള ഇറക്കി തരുന്നത്. ഈ ഒരു വാചകത്തിൽ ഒന്ന്, മഴവെള്ളം ഒരാൾക്ക് കുടിക്കൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്, ഹലാല. മഴവെള്ളം കൊണ്ട് ഒരാൾക്ക് വുദു എടുക്കാം, ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അയാൾക്ക് കുളിക്കൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഈ കുളി എന്ന് പറയുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജനാബത്തിന്റെ കുളിയാണെങ്കിൽ പോലും മഴവെള്ളം അതിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ. എന്നാൽ ഇവിടെ ഖുർആനിന്റെ ഈ ആയത്തുള്ളത് കൊണ്ടാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ് നമുക്കിത് അനുവദനീയമാകുന്നത്. അതല്ലാതെ ഒരാൾ പറഞ്ഞതുകൊണ്ടല്ല. അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതല്ല ഒരാൾ തേങ്ങ വെള്ളം, നല്ല വെള്ളല്ലേ, ആ തേങ്ങ വെള്ളം കൊണ്ട് ഒരാൾക്ക് വുദു എടുക്കാൻ പറ്റുമോ? പറ്റൂല. കഞ്ഞിവെള്ളം നല്ല വെള്ളല്ലേ, നല്ല വെള്ളമാണ്, പക്ഷെ വുദു എടുക്കാൻ പറ്റൂല. എങ്കിൽ മഴവെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അഞ്ചാമത്തെ വിഷയം, മഴ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സഹായമായി പലപ്പോഴും അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം മുസ്ലിമീങ്ങൾ മദീനത്ത് നിന്ന് ബദറിലേക്ക് നടന്നു വന്നു. ഏറെ പ്രയാസത്തിൽ അവരെത്തിയത്. ആ ബദറിലെത്തി ആകെ ക്ഷീണിച്ചവശരായി നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് യുഗശീകുമുൻ നുആസ അമനാണ്, ഒരിക്കൊരു സമാധാനമായിക്കൊണ്ട് അവർക്ക് കുടിക്കാനും കുളിക്കാനും അവർക്കൊരു ഉന്മേഷം കിട്ടാനും മനസ്സ് തണുക്കാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല മഴ വർഷിപ്പിച്ചു കൊടുത്തു. വിശ്വാസികൾക്ക് ഒരു സഹായമായിട്ടാണ് അല്ലാഹു നൽകിയത്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം, മഴ എന്നുള്ളത് അല്ലാഹു നൽകിയിട്ടുള്ള ഒരു ബറക്കത്താണ്, ഒരു അനുഗ്രഹമാണ്. മഴ ഒരു അനുഗ്രഹമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും, വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക ഫഅംബത്നാ ബിഹി ജന്നാതിൻ വഹബ്ബൽ ഹസീദ്. വനസ്സൽനാ, നാം ഇറക്കുകയും ചെയ്തു, മിനസ്സമാഇ മാഅൻ മുബാറക, ആകാശത്ത് നിന്ന് അനുഗ്രഹപൂർണമായ വെള്ളം നാം നിങ്ങൾക്ക് ഇറക്കുകയും ചെയ്തു. ഫഅംബത്നാ ബിഹി ജന്നാതിൻ വഹബ്ബൽ ഹസീദ്, അതിൽ നിന്ന് പിന്നെ തോട്ടങ്ങളും കായ്ക്കനികളും എല്ലാം അല്ലാഹു ഉണ്ടാക്കുകയും ചെയ്തു. ഇവിടെ അല്ലാഹു പ്രയോഗിച്ചത് എന്താ? മാഅൻ മുബാറക, ബറക്കത്താക്കപ്പെട്ട ഒരു വെള്ളമാണ്. ബറക്കത്താക്കപ്പെട്ട വെള്ളമാണ് മഴവെള്ളം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ചില ഹദീസുകളിൽ കാണാൻ പറ്റും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വസ്ത്രം അങ്ങനെ നീക്കും, എന്നിട്ട് ആ മഴവെള്ളം കൊള്ളും. ഇത് എല്ലാ സമയത്തും മഴ കൊണ്ട് നടക്കണം എന്ന അർത്ഥത്തിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ തുടക്കത്തിൽ ചെയ്തിരുന്നു. എന്നിട്ട് സ്വഹാബത്തിനോട് പറയുകയും ചെയ്തിരുന്നു, ഇത് ബറക്കത്താക്കപ്പെട്ടൊരു വെള്ളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് മാത്രമല്ല, ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നന്ദി കാണിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. മഹാനായ സഅൽ ഇബ്നു സഈദ് സഅദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, സിൻതാൻ മാ തുറദ്ദാൻ, രണ്ട് സമയത്തുള്ള പ്രാർത്ഥന ഒരിക്കലും തള്ളപ്പെടുകയില്ല. രണ്ട് സമയത്തൊരാൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. ഒന്ന് അദ്ദുആഉ ഇൻദൻ നിദാ, ബാങ്കിന്റെ സമയത്തുള്ള പ്രാർത്ഥന, ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. രണ്ടാമത്തത് വതഹ്തൽ മതർ, മഴ പെയ്യുന്ന സമയത്ത് പ്രാർത്ഥിക്കുക. മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ നാട്ടുവർത്താനം പറഞ്ഞിരിക്കുക എന്നുള്ളതല്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാടുണ്ട്, എല്ലാം നിർവഹിക്കപ്പെട്ടിട്ടില്ല. ഈ ദുനിയവിയായിക്കൊണ്ടും ഉഖ്റവിയായിക്കൊണ്ടുമുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയം കൂടിയാണ് മഴ പെയ്യുമ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഏഴാമത്തെ കാര്യം, മഴയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ചില പരീക്ഷണങ്ങളും മഴ കൊണ്ട് നൽകിയിട്ടുണ്ടല്ല. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകൾക്ക് മുകളിൽ നിന്നും താഴെ നിന്നും അള്ളാഹു പരീക്ഷണം കൊടുത്തു. മുകളിൽ നിന്ന് മഴയാണെങ്കിൽ താഴെ നിന്ന് വെള്ളപ്പൊക്കമാണ്. ഒരു സമൂഹത്തെ അല്ല, ആ നാട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും, കേവലം 80 ചില്ലാനും വരുന്ന ആളുകൾ മാത്രമാണ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള മുഴുവൻ ആളുകളും 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ടും ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയായി അവർക്ക് പരീക്ഷണം നൽകി. സബയിന്റെ ചരിത്രം പഠിക്കുമ്പോൾ
ആ സബയിലുള്ള ആളുകളെയും അള്ളാഹു മഴ കൊണ്ട് പരീക്ഷിച്ചതായി നമുക്ക് ഖുർആനിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ പരീക്ഷണങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മഴയിൽ വളരെ വലിയ ഒരു ഉദാഹരണം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. ആ ഉദാഹരണം, ഒന്നുമില്ലാതിരുന്ന ഭൂമിയിൽ, വരണ്ടുണങ്ങിയ ഭൂമിയിൽ നല്ല ഒരു മഴ പെയ്താൽ അതിൽ നിന്നും സസ്യങ്ങൾ ഇങ്ങനെ മുളച്ചു വരുന്നു. ആകെ ഉണങ്ങിക്കിടന്നിരുന്ന ഭാഗം പിന്നെ സസ്യലതാദികൾ ഉള്ളതായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിന് ഖുർആനിൽ പറഞ്ഞെന്തെന്നറിയോ? അത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് പറയാണ്, എങ്കിൽ അതുപോലെ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അള്ളാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു പക്ഷേ നമ്മളിങ്ങനെ കിളക്കണ സമയത്ത് അവിടെ ഒന്നും കാണുന്നില്ല. ആരും അവിടെ പോയിട്ട് വിത്തിട്ടിട്ടില്ല, ആരും അവിടെ പോയിട്ട് വളമൊഴിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒന്നുമില്ലാതിരുന്ന ഭാഗം പിന്നീട് ആ മണ്ണൊന്ന് സെറ്റായി കഴിഞ്ഞാൽ, നല്ല ഒരു മഴ പെയ്താൽ പിന്നെ അവിടുന്ന് സസ്യങ്ങൾ ഇങ്ങനെ വരുന്നു, ചെറിയ ചെറിയ ചെടികൾ ഇങ്ങനെ വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ട് ഉദാഹരിച്ച്. അതുപോലെ നിങ്ങളെ കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. നമ്മൾ ഈ ലോകത്ത് എത്ര കാലം ഉണ്ടാകും? എത്ര കാലം ഈ ലോകത്തുണ്ടാകുക? നമ്മൾ ഓരോ ദിവസങ്ങൾ കഴിയും തോറും തല നിരക്കാൻ തുടങ്ങി, താടി നിരക്കാൻ തുടങ്ങി, ശബ്ദത്തിന്റെ ഗാംഭീര്യങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങി, തൊലി ചുളിയാൻ തുടങ്ങി. ദിവസങ്ങൾ ഇങ്ങനെ കടിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുക. ബോധ്യപ്പെടുന്നുണ്ട്, നമുക്ക് ദിവസങ്ങൾ നീങ്ങുന്നത് ബോധ്യപ്പെടുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം അവസാനിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ ജീവിതത്തിന് ശേഷം ഒരു ജീവിതത്തിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുവരും. ഏതുപോലെ? അള്ളാഹു ഉദാഹരിച്ചതാ, നല്ലൊരു മഴ പെയ്താൽ തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ, ആ സസ്യങ്ങളെ മുളപ്പിക്കുന്നത് പോലെ നമ്മുടെ ഖബറുകളിൽ നിന്ന് നമ്മളിങ്ങനെ നീങ്ങിങ്ങനെ വരുന്ന, അവിടുന്ന് എഴുന്നേറ്റ് വരും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതൊരു ബോധ്യപ്പെടുത്തലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മഴ പെയ്യുന്ന സമയത്ത് ചില ആക്ഷേപ വാക്കുകൾ പറയുന്ന ആളുകളുണ്ട്. ഒരു ചീഞ്ഞ മഴ പറയുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ വേറെ പല പദങ്ങളും. ഒരു പക്ഷേ മിമ്പറിന്റെ പവിത്രതയുള്ളത് കൊണ്ട് കൂടുതൽ അത്തരത്തിലുള്ള പദങ്ങൾ പറയുന്നില്ല. പക്ഷേ നമ്മൾ വ്യക്തികൾക്കിടയിൽ സംസാരിക്കാറുണ്ട്. മഴയെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, കാലത്തിനെക്കുറിച്ച് ഒക്കെ ആക്ഷേപങ്ങൾ പറയുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അഥവാ ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയാണ്, യുദീനി ഇബ്നു ആദം, ആദമിന്റെ മകൻ എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അല്ലാഹു പറയാണ്, ആദമിന്റെ മക്കൾ അഥവാ മനുഷ്യന്മാർ അള്ളാഹിനെ ഉപദ്രവിക്കുന്നുണ്ട്. എന്താണ് അള്ളാഹിനെ ഉപദ്രവിക്കാനുള്ള കാരണം? എന്ത് പറഞ്ഞാലാണ് അള്ളാഹുവിനെ ഉപദ്രവം ഉണ്ടാക്കലാകുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യസുബ്ബുദ്ദഹർ, അവൻ കാലത്തിനെ ചീത്ത വിളിക്കുന്നു, കാലങ്ങളെ അവൻ ചീത്ത വിളിക്കാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വഅനദ്ദഹർ, നാം ആകുന്നു കാലം, ബിയദിൽ അംർ, എന്റെ കൈകളിലാകുന്നു എല്ലാത്തിന്റെയും അധികാരങ്ങൾ, ഉഖല്ലിബു അല്ലൈല വന്നഹാർ, അള്ളാഹുവാണ് ഈ രാവും പകലൊക്കെ മാറ്റുന്നതും മഴ വർഷിപ്പിക്കുന്നതും ഒക്കെ. അപ്പൊ ഈ മഴയെയും കാറ്റിനെയൊക്കെ കുറ്റം പറയാന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു വിശ്വാസി അത്തരത്തിലുള്ള പദങ്ങളൊന്നും പറയാൻ പാടില്ല. മഴയെ ചീത്ത പറയുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ കാറ്റിനെ ചീത്ത പറയുന്ന രൂപത്തിലൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ പിന്നെ എന്തായിരിക്കണം ഒരു വിശ്വാസി? നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനകൾ നിർവഹിക്കുക. അതിൽ പ്രത്യേക പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഴ ഇങ്ങനെ പെയ്യുന്ന സമയമാണെങ്കിൽ ആ സമയത്തുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഉപകാരമുള്ള മഴയാക്കി മാറ്റണം. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, നാഫിയായ ഉപകാരമുള്ള ഒന്നാക്കി ഇതിനെ മാറ്റണേ. ഇനി മഴ തോർന്നു കഴിഞ്ഞാലോ? മഴ തോർന്നു കഴിഞ്ഞാൽ മുതിർനാ ബിഫളില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും അല്ലാഹുവിന്റെ ഫള് കൊണ്ടും ഞങ്ങൾക്ക് ഇതാ മഴ വർഷിച്ചിരിക്കുന്നു. അതും പറയാൻ വേണ്ടി പറഞ്ഞു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിച്ചു, മഴ പെയ്ത് തോർന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു. മഴ നിൽക്കാതെ പെയ്യുന്ന അവസ്ഥയാണെങ്കിലോ, ഒരു പരീക്ഷണമായി വരുന്ന അവസ്ഥയാണെങ്കിൽ അപ്പോഴും പറഞ്ഞു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ ഞങ്ങളുടെ മേൽ ഒരു പരീക്ഷണമാക്കി ഇതിനിറക്കല്ലേ, ഞങ്ങളുടെ ചുറ്റുഭാഗത്ത് ഇറക്കിക്കോ, ഏതെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയിക്കോ, ഏതെങ്കിലും മരത്തിന്റെ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയിക്കോ. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
പറയാനായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ചെറിയ രൂപത്തിൽ ഓർമ്മപ്പെടുത്തിയത്. അതിൽ 10 കാര്യങ്ങൾ പറഞ്ഞു. 11ാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് മുന്നറിയിപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ആ മുന്നറിയിപ്പുകളൊക്കെ പാലിക്കുന്നവനാവണം വിശ്വാസി. ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളുണ്ട്. ചില സമയത്ത് നമ്മളോട് പറയും, നിങ്ങൾ ഇന്ന ഭാഗത്തേക്ക് നല്ല മഴ പെയ്യുന്ന സമയമാണ്, ആ സമയത്ത് നിങ്ങൾ പുഴയിലേക്ക് ഇറങ്ങാൻ പാടില്ല. അത് പാലിക്കേണ്ടവനാണ് വിശ്വാസി, അതിനെ എതിർക്കുന്നവനല്ല വിശ്വാസി. ഒരു താക്കീത് നൽകുന്ന സമയത്ത് അത് സ്വീകരിക്കണം. നല്ല മഴയുള്ള സമയത്ത് വേഗത്തിൽ വാഹനം ഓടിക്കരുത്, അവിടെ ബോർഡുണ്ടാകും. അത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ പോകുമ്പോഴാണ് അപകടങ്ങൾ ഉണ്ടാകുക. അതുപോലെ തന്നെ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോഴേക്ക് തന്നെ പല മെസ്സേജുകളും വരും. രോഗങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കണം. മഴ വന്നു, മഴക്കാല രോഗങ്ങളും, ഇങ്ങനെയാണ് പല ടൈറ്റിലുകളും തന്നെ വരാറുള്ളത്. എങ്കിൽ അവിടെ വിശ്വാസി ശ്രദ്ധിക്കണം. അവിടെ ഒരു പക്ഷേ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും. നമ്മുടെ ചുറ്റുഭാഗത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളം കെട്ടിനിൽക്കുന്ന വല്ല ഭാഗങ്ങളുണ്ടോ, ആ വെള്ളങ്ങൾ ഒഴിവാക്കേണ്ടി വരും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇന്ന ഭക്ഷണം ഒഴിവാക്കണമെന്ന് അതിനെക്കുറിച്ചു അറിവുള്ള ആളുകൾ പറയുമ്പോൾ അത് സ്വീകരിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള എന്തെല്ലാം മുന്നറിയിപ്പുകളുണ്ടോ ആ മുന്നറിയിപ്പുകളൊക്കെ പാലിക്കുന്നവനായി വിശ്വാസി മാറണം. അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മഴ പെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഒരു താങ്ങായി, തണലായി, സഹായിയായി നമ്മളെല്ലാം മാറണം പ്രിയപ്പെട്ടവരെ. ഒരു പക്ഷേ ചില ആളുകളുടെ വീട് അത് ചോർന്നൊലിക്കുന്നുണ്ടാവും. എങ്ങോട്ട് പോകും എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്കറിയുമെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ആ ശക്തമായ മഴയൊന്ന് തീരുന്നത് വരെ നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു വീടുണ്ട്, ഒരു ഗൾഫിലുള്ളത്, ആ വീട് തൽക്കാലം ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ. മറ്റുള്ളവർക്ക് പ്രയാസകരമാവാത്ത രൂപത്തിൽ സഹായികളായി നമ്മൾ മാറണം. വേറെ ചില ആളുകൾ, നമ്മളൊരു പക്ഷേ ജോലിക്ക് പോകുമ്പോൾ ഓരിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ തമാശയായിട്ട് പറയും, നല്ല മഴയാണ്, നിങ്ങൾക്ക് നല്ല സുഖമാണില്ലേ എന്ന്. ഒരു ചിലപ്പോൾ ചിരിക്കും, ഒരു നമ്മളോട് ചിരിക്കും, പക്ഷെ ഉള്ളിൽ കരയായിരിക്കും. കാരണം 3-4 ദിവസമായി ജോലി ഇല്ലെങ്കിലുള്ളൊരു അവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? അവിടെയാണ് നമ്മുടെ മുൻഗാമികൾ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു കൊടുത്ത ഒരു സഹാബി ഉണ്ടായിരുന്നു. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം വന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തൻ്റെ വീട് കാണിച്ചിട്ട് പറയാണ്, അബ്ദുറഹ്മാൻ, ഇതാ ഈ വീടിന്റെ പകുതി നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് അവിടെ താമസിക്കാം. അദ്ദേഹം നേരെ സഅദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് തൻ്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇതിലെ പകുതി ചരക്ക് നിങ്ങളുടേതാണ്, അത് നിങ്ങൾക്ക് മാറ്റിവെക്കണം. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇവിടെയുള്ള ചന്ത എവിടെയെന്ന് കാണിച്ചെന്നാൽ മതി. അധ്വാനിക്കാനുള്ള മനസ്സെനിക്കുണ്ട്, പക്ഷെ അവിടെ കൊടുക്കാനുള്ളൊരു മനസ്സ്. ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ സുഹൃത്തുക്കൾ ഒരു പക്ഷേ നമ്മളോടൊപ്പം തോളുരുമ്മി നടക്കുന്നവരുണ്ടാകും, നമസ്കരിക്കുന്നവരുണ്ടാകും. അവർ പ്രയാസത്തിലാണോ അല്ലയോ അന്വേഷിക്കണം. നമ്മുടെ അയൽവാസി, എത്രയോ തവണ ഈ മിമ്പറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ച് കടിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കേൾക്കാത്ത ഒരാളുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അയൽവാസിനോട് എന്തെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവർക്ക് പ്രയാസപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്.
വെറുതെ ഒന്നും അവരോടിങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അല്ല, അപ്പൊ എന്താണ് ഇപ്പോ പുയ്യാപ്പിള ഇപ്പൊ ജോലിക്കൊക്കെ പോകണ്ടോ, ഇപ്പൊ ജോലിയുണ്ടോ, എന്തെങ്കിലും നമ്മളായിട്ട് എന്തെങ്കിലും സഹായിക്കണോ? ഒരു പക്ഷേ വേണമെന്നവർ പറയൂല. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് 1 കിലോ ഒന്ന് കൂട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും വരാനില്ല. പക്ഷെ ഒന്ന് സഹായിയാകുമ്പോൾ അത് നമ്മളൊരു മുസ്ലിമായി ജീവിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഒരു വിശ്വാസി എല്ലാവർക്കും ഒരു തണലായി നിൽക്കണം. ഒരു മുസ്ലിമിനെ മാത്രം സ്നേഹിക്കണം എന്നല്ല പറഞ്ഞേ. മുസ്ലിമീങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ അയൽവാസി, അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, അയാളെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ സുഹൃത്താണ്. അയാൾ കഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാം. അവരേത് മതക്കാരനാവട്ടെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ, ഒരു പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം, അതല്ല ഒരു 10 ദിവസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് ആ വീട്ടിലേക്ക് ചെല്ലുക. ഒരു പക്ഷേ നമുക്ക് ആകെ ചെലവുണ്ടാകും ഒരു 500 റുപ്യ 1000 റുപ്യ ആയിരിക്കും. നമ്മുടെ ബാങ്ക് ബാലൻസിന്റെ 1% മാത്രമായിരിക്കും ചിലപ്പോൾ അത് നഷ്ടപ്പെടുന്നത്. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഉപകാരം ഉണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ ഒരു വിശ്വാസിയായി പരസ്പര സഹായം ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. പല ആളുകളും മിണ്ടാതെക്കാണ്. നമ്മൾ പലരോടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ അവർ തല താഴ്ത്തുന്നുണ്ടാകും, ചോദിക്കാനുള്ള മടി കൊണ്ടാണ്. അവർ ചോദിക്കട്ടെ എന്ന് വിചാരിക്കല്ല. അവരുടെ അവസ്ഥ നമുക്ക് ബോധ്യപ്പെട്ടാൽ നമ്മളെ കൊണ്ട് കഴിയുന്നതെന്തോ അത് നമ്മൾ ചെയ്യണം. അതാണ് ഒരു വിശ്വാസി. എല്ലാവർക്കും സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരെയും പരിഗണിക്കുന്ന, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളായി വിശ്വാസികൾ മാറണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളം പാഴാക്കാൻ പാടില്ല എന്നാണ്. മഴ പെയ്യുകയാണെങ്കിൽ പോലും അവിടെ ഇസ്ലാമിൽ ചില നിബന്ധനകളുണ്ട്. ഒരു പക്ഷേ പല ആളുകളും നിസാരവൽക്കരിക്കുന്ന ഒരു സമയം, നല്ല വേനലുള്ള സമയമാണ്, വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ പറയും നല്ല ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയും. എന്നാൽ നല്ല മഴ പെയ്യുകയാണെങ്കിലോ കുട്ടികൾ അങ്ങനെ ടാപ്പ് തുറന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ വെള്ളത്തിന്റെ കാര്യത്തിലൊന്നും ഒരു ശ്രദ്ധയും ഇല്ലാത്തൊരവസ്ഥ. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു വുദൂ എടുക്കുന്ന ഭാഗത്തു കൂടി ഇങ്ങനെ നടന്നു പോവുക. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹാദ സ്വറഫ് യാ സഅദ്. സഅദ്, ഇത് എന്തൊരു ദുർവ്യയാണ്. ഈ വുദൂ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ദുർവ്യയം ചെയ്യാൻ പാടില്ല, അമിതമാക്കാൻ പാടില്ല. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അഫിൽ വുദൂഇ സർഫുൻ, പ്രവാചകരെ വുദൂയിലും അമിതവ്യയുണ്ടോ, അവിടെയും ദൂർത്തുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നഅം, അതെ. വഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, ഒഴുകുന്ന വെള്ളത്തിലാണെങ്കിൽ പോലും അമിതമാകാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ വെള്ളം ഉണ്ടാകും, പക്ഷേ അത് എത്ര കാലം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല. എത്ര കാലം ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വുദൂ എടുക്കുന്ന സമയത്താണെങ്കിലും കുളിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ വെള്ളം ദുർവ്യയം ചെയ്യുന്നൊരവസ്ഥ. ടാപ്പ് ഇങ്ങനെ തുറന്നിട്ട് പോവുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷവർ തുറന്നിട്ട് ബാക്കി കാര്യങ്ങൾ വർത്താനം പറയാൻ വേണ്ടി പോയിട്ടുണ്ട്. ചെയ്യാൻ പാടില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ നിബന്ധനകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടിവെള്ളം തടയാൻ പാടില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയേണ്ടതുണ്ട്. ഒരു പക്ഷേ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുടിക്കാനുള്ള കുടിവെള്ളം കിട്ടുന്ന കിണറുണ്ടാകും. പക്ഷേ ചില ആളുകളുടേതൊക്കെ നല്ല മഴ പെയ്തിട്ട് ആകെ ചെളി പുലുണ്ട്, അതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും, കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോഴാണ് നമ്മുടെ അയൽവാസിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുക. അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരിക, അവരിങ്ങനെ കോരുമ്പോഴേക്ക് ചില ആളുകൾ അതിനെ എതിർത്ത് ഇങ്ങനെ പറയാം. എത്ര ഗൗരവമുണ്ട് ഇതിനെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസത്തുൻ, 3 ആളുകൾ, ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ നോക്കുകയില്ല. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവർക്കില്ല. വലാ യുസക്കീഹിം, അല്ലാഹു അവരെ സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റജുലുൻ, ആരാണ് ആ വിഭാഗം എന്ന് കേട്ടോ? അതിലൊരാൾ ആരാന്നറിയോ? റജുലുൻ, ഒരു മനുഷ്യൻ, കാന ലഹു ഫദ്ലു മാഇൻ ബിത്വരീഖ്, ഒരാളിങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോ മറ്റൊരാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, വെള്ളം ചോദിക്കുക. അപ്പൊ ഫമനഅഹു മനിബിനി സബീൽ, ആ വഴിയാത്രക്കാരന് വെള്ളം തടഞ്ഞു വെക്കുന്ന ഒരാള് വഴിയാത്രക്കാരന് വെള്ളം തടഞ്ഞു വെക്കുന്നത് വരെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നതാണെങ്കിൽ, സ്വന്തം കുടുംബക്കാരന് വെള്ളം ചോദിക്കുമ്പോ, അയൽവാസി വെള്ളം ചോദിക്കുമ്പോ അതിനൊക്കെ കുറ്റം പറയുന്ന ആളുകൾ എത്ര ഗൗരവമുണ്ടെങ്കിലും. അയൽവാസി വന്നെടുത്തിട്ട് കുറച്ചെടുക്കുമ്പോ ഒന്ന് ഭാര്യനോട് പറയാം, വല്ലാതൊന്നും വരാം, നല്ല പരിഗണന വേണ്ട, വാതിലടച്ചിരുന്നാണ്.
ഒരു വരുന്ന സമയത്ത് മോട്ടോർ ഓണാക്കി കൊടുക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് ലോകത്താണുള്ളത്? നമ്മൾ ആരാ? മുസ്ലിമായ ആളുകൾ, പരസ്പരം സഹായിക്കേണ്ടവർ, അയൽവാസിയെ പരിഗണിക്കേണ്ടവർ. അങ്ങനെയുള്ള നമ്മളാണ് ഈ പിടുത്തം, കടുംപിടുത്തം. ഒരു പക്ഷെ അടുത്ത കൊല്ലം നമ്മുടെ കിണറിലായിരിക്കും ഇതൊക്കെ ഉണ്ടാവും. നമ്മളെ ഗൗരവത്തിലെടുക്കണം. അങ്ങനെ ഒരാള് വെള്ളത്തിന്റെ വിഷയത്തിൽ അയാൾക്ക് ഒരിക്കലും അധികാരമില്ല എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ കാണാൻ പറ്റും. കുടിവെള്ളം എന്നത് അതങ്ങനെ അധികാരം പിടിച്ചു വെക്കേണ്ട ഒന്നല്ല. അയൽവാസി വന്ന് ചോദിക്കാണ്, നിങ്ങൾ ഇന്ന് വെള്ളം എടുക്കട്ടെ, ആയിക്കോട്ടെ. എന്നാൽ അവിടെ പ്രത്യേകം ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഒരാൾ നമ്മളെ സഹായിക്കുമ്പോൾ അയാളെ ഉപദ്രവിക്കുന്ന രൂപത്തിൽ ആ വെള്ളം അങ്ങനെ ഊറ്റിയെടുക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. കാരണം അതിന്റെ ഉടമസ്ഥനാകട്ടെ മറ്റുള്ളവർക്കാകട്ടെ എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യണം? സഹായം ചെയ്യുന്ന ഒരവസ്ഥ, പരസ്പര സഹകരണത്തോടു കൂടിയായിരിക്കണം പോകേണ്ടത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരു പക്ഷേ ഇന്ന് സമൂഹത്തിൽ പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. മഴ പെയ്യുന്ന സമയത്ത് ഇസ്ലാമിൽ ചില ഇളവുകൾ കൂടിയുണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട്. ആ നിസ്കാരത്തിന്റെ ഇളവ് പല ആളുകൾക്കും അറിയില്ല. അതിൽപ്പെട്ടതാണ് ജംആക്കി നിസ്കരിക്കുക എന്നുള്ളത്. ജംആക്കി നിസ്കരിക്കുക. ശക്തമായ മഴ പെയ്യാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് എങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളുള്ള സമയത്ത് ഒരാൾക്ക് പള്ളിയിലേക്ക് വരൽ പ്രയാസകരമാകുന്നുണ്ട്, എല്ലാവർക്കും പള്ളിയിലേക്ക് എത്തൽ പ്രയാസകരമാണെങ്കിൽ ഇസ്ലാം അനുവദിച്ച ഒരു കാര്യമാണ് ജംഅ ചെയ്യുക എന്നുള്ളത്. ജംഉം ഖസ്റും നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഖസ്ർ എന്നുള്ളത് യാത്രക്കാർക്ക് മാത്രമുള്ളത്. യാത്രക്കാർക്ക് മാത്രമാണ് ഖസ്ർ അഥവാ 4 റക്അത്തുള്ള നിസ്കാരങ്ങളൊക്കെ 2 റക്അത്തായിട്ട് നിസ്കരിക്കാൻ, ചുരുക്കി നിസ്കരിക്കാൻ ഇസ്ലാമിൽ ഇളവുണ്ട്. എന്നാൽ ജംഉ ലിൽ ഹാജ, ഒരു ആവശ്യത്തിന് ജംഅ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംഅ ചെയ്തു നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, ജമഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമഅക്കി ബൈന ദുഹ്രി വൽ അസ്ർ, ദുഹറും അസ്റും തമ്മിൽ. ഒന്നുകിൽ ദുഹറിന്റെ സമയത്ത് ശക്തമായ മഴയാണ് എങ്കിൽ ദുഹറിന്റെ നിസ്കാരം കഴിഞ്ഞാൽ ഇമാമ് പറയും ഇഖാമത്ത് വിളിക്കും, വീണ്ടും അസ്ർ നിസ്കരിക്കും. 4 തന്നെ നിസ്കരിക്കണം. ദുഹറും 4, അസ്റും 4. ഈ രൂപത്തിൽ ജംആക്കാൻ ഇസ്ലാമിൽ അനുവാദമുണ്ട്. അതുപോലെ തന്നെ മഗ്രിബും ഇശാവും തമ്മിൽ ജംആക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജംആക്കി എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ബിൽ മദീന, മദീന പള്ളിയിൽ വെച്ചുകൊണ്ട്, ഫീ ഗൈരി ഖൗഫിൻ വലാ മതരി, ഒരു പേടിയുടെ അവസ്ഥയില്ല, അതുപോലെ തന്നെ മഴയുമില്ല. ഇത് രണ്ടും ഇല്ലാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജംആക്കിയത് എനിക്കറിയാം. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിലോ ജംആക്കൽ ഏറ്റവും അഭികാമ്യമായ ഒന്നായി ഇസ്ലാം അനുവദിച്ച ഒരു കാര്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതിനെയൊക്കെ പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കാത്തത് കൊണ്ടോ മറ്റോ ഇതിനൊക്കെ നിസാരവൽക്കരിക്കുന്നതും കാണാൻ കഴിയും. എന്നാൽ എല്ലാ ആളുകളും അയാളെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോഴും ജംആക്കേണ്ടത് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൂടി സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വളരെ ശക്തമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ശക്തമായ മഴയുണ്ടായി ഒരാൾക്ക് പള്ളിയിലേക്ക് എത്താൻ പ്രയാസമാകുന്നൊരവസ്ഥയിൽ, ആർക്കും എത്താൻ കഴിയാത്തൊരവസ്ഥയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ ജംആക്കൽ ഇസ്ലാമിൽ അനുവദിച്ചിട്ടുണ്ട്. 2 നമസ്കാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ് ആ ഒരർത്ഥത്തിൽ ഇസ്ലാം അനുവദിച്ചു. എന്നാൽ സുബ്ഹ് നമസ്കാരം ഒന്നിനോളും ജംആക്കാനോ ഖസ്റാക്കാനോ ഇസ്ലാമിൽ അനുവാദമല്ല. അത് ആ സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ്. ഈ പറയപ്പെട്ടതെല്ലാം പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി എന്ന നിലക്ക് ഈ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളായി ഓർമ്മപ്പെടുത്തിയതാണ്. എല്ലാ അർത്ഥത്തിലും ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളും കൃത്യമായി ജീവിതത്തിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക, പരസ്പരമുള്ള സഹായികളായി മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്മ ചെയ്യുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.